നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 24-കാരിയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം ആ വീട്ടിലുള്ള യുവാവിനോട് ഈ പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ താലി ചാർത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുംബൈയിലാണ് സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. എന്താണ് നടന്നതെന്ന് നോക്കാം. മുംബൈയിൽ ആത്മഹത്യ ചെയ്ത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അദഗല്ല കീർത്തിയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ ആന്ധ്രാപ്രദേശിലുള്ള കാമുകൻ സായി സുമന്തിന്റെ വീട്ടിലെത്തി. 24-കാരിയാണ് പ്രണയ നൈരാശ്യത്താൽ ആത്മഹത്യ ചെയ്തത്. പൊണ്ടൂരു ഗ്രാമത്തിലുള്ള കാമുകന്റെ വീട്ടിലെത്തിയ ബന്ധുക്കൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യും മുൻപ് യുവതിയുടെ മൃതദേഹത്തിൽ താലി കെട്ടണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. മൃതദേഹം സായി സുമന്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇതേ തുടർന്ന് ഇരു വീട്ടുകാരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ സ്വദേശിയായ കീർത്തിയും സായി സുമന്തും കഴിഞ്ഞ 8 വർഷത്തോളം നീണ്ട പ്രണയത്തിലായിരുന്നു. ഓൺലൈനിലൂടെയാണ് ഇവർ പരിചയപ്പെടുന്നത്. ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ പിന്നീട് 8 വർഷം കഴിഞ്ഞൊരു ഘട്ടത്തിലെത്തിയപ്പോൾ സായി ഈ ബന്ധത്തിൽ നിന്നും പിന്മാറി. തുടർന്ന് മനോവിഷമത്താൽ ഈ പെൺകുട്ടി വളരെയധികം വിഷമിച്ചു. കീർത്തി വളരെയധികം വേദനയിലായിരുന്നു. പ്രത്യേകിച്ച് 8 വർഷത്തെ പ്രണയം തകരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം അത് ആ പെൺകുട്ടിയെ വേട്ടയാടി. തുടർന്ന് മനോവിഷമത്തിൽ കീർത്തി മുംബൈയിലെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്തു. സുമന്തിന്റെ ജന്മനാടായ പൊണ്ടൂരുവിൽ മൃതദേഹം സംസ്കരിക്കണം എന്നൊരാഗ്രഹം കീർത്തി ബാക്കി വെച്ചിരുന്നു. ഇതേ തുടർന്നാണ് ബന്ധുക്കൾ മുംബൈയിൽ നിന്ന് യുവതിയുടെ മൃതദേഹവുമായി ഇവിടേക്ക് കാമുകന്റെ വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ വിദേശത്താണ് സായി ജോലി ചെയ്തിരുന്നത്. മൃതദേഹവുമായി ബന്ധുക്കൾ എത്തിയ സമയത്ത് സായി വീട്ടിലുണ്ടായിരുന്നില്ല. തുടർന്ന് മകനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്താൻ കീർത്തിയുടെ ബന്ധുക്കൾ ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. ഇതാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ സംഘർഷത്തിലേക്ക് നയിച്ചത്. ഒടുവിൽ പോലീസ് സംഭവത്തിൽ ഇടപെടുന്നു. 2 കുടുംബങ്ങളെ ശാന്തമാക്കി. മൃതദേഹവുമായി വീടിന് മുന്നിൽ ധർണ നടത്തിയവരുമായി പോലീസ് ചർച്ച നടത്തി. ഒടുവിൽ കീർത്തിയുടെ മൃതദേഹം സായി സുമന്തിന്റെ ഗ്രാമത്തിൽ സംസ്കരിക്കാൻ തീരുമാനമാവുകയായിരുന്നു. 24-കാരിയായ കീർത്തി ജൂലൈ 14-നാണ് മുംബൈയിലെ PG ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ചത്. ഖത്തറിൽ എഞ്ചിനീയറായ സായി സുമന്തുമായി കഴിഞ്ഞ 8 വർഷമായി പ്രണയത്തിലായിരുന്നു ഇരുവരും. എന്നാൽ അടുത്ത കാലത്താണ് സുമന്ത് വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. ഇതേ തുടർന്നാണ് ജീവിതം അവസാനിപ്പിക്കാൻ കീർത്തി തീരുമാനിച്ചത്. എന്തായാലും കീർത്തിയുടെ അവസാന ആഗ്രഹം പോലെ അന്ത്യകർമ്മങ്ങൾ പൊണ്ടൂരു ഗ്രാമത്തിൽ തന്നെ നടത്തി. സുമന്തിന്റെ വീട്ടുകാർ സമ്മതിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾ മൃതദേഹം സംസ്കരിക്കാൻ തയ്യാറായത്. എന്തായാലും മുംബൈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. പ്രണയം നിരസിച്ചതിന്റെ പേരിലാണ് ഈ അതിക്രൂര കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ആ റിപ്പോർട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. വിശദമായി നോക്കാം. പ്രണയം നിരസിച്ചതിന് യുവതികളെ കൊലപ്പെടുത്തുന്ന യുവാക്കൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. പ്രണയം നിരസിച്ചതിന് യുവതിയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ കൊടങ്ക് സ്വദേശി ലാവണ്യാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ലാവണ്യയുടെ അകന്ന ബന്ധുവും ഒഴിനാല സ്വദേശിയുമായ ചേതനാണ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് കൂടി ശ്രമിച്ചിരിക്കുകയാണ്. ബെൽത്തങ്ങാടി ഒടിനൽ സ്വദേശി ചേതനാണ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വിഷം കഴിച്ചുവെന്ന് പ്രതി തന്നെയാണ് പറഞ്ഞത്. പിന്നാലെ പോലീസ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഈ കൊലപാതകം അരങ്ങേറിയത്. BC റോഡിലെ KSRTC പുതിയ ബസ് സ്റ്റാൻഡിൽ ഇന്നലെ വൈകുന്നേരമാണ് യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സ്വകാര്യ നഴ്സിംഗ് ഹോം ജീവനക്കാരിയായിരുന്നു ലാവണ്യ. ബസ് കാത്തു നിൽക്കുകയായിരുന്നു ലാവണ്യ. ഈ സമയത്താണ് പ്രതി എത്തിയത്. പ്രതി ബാഗിൽ നിന്ന് കൊടുവാൾ പുറത്തെടുത്തു. ഇതോടെ ഇത് കണ്ട ലാവണ്യ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പ്രതി പിന്നാലെ ഓടിച്ചിട്ട് വെട്ടി വീഴ്ത്തുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം ആയുധം സംഭവസ്ഥലത്ത് ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെട്ടു. ഗുരുതരമായിട്ടാണ് ലാവണ്യയ്ക്ക് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വളരെ പൈശാചികമായിട്ട് അതിക്രൂരമായി പ്രതി വെട്ടിക്കൊലപ്പെടുത്തുകയാണ് പെൺകൊച്ചിനെ. എന്തായാലും ദൃശ്യങ്ങളൊക്കെ വന്നു. പ്രതി ഈ ഒരു കത്തി കൊടുവാൾ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് രക്ഷപ്പെട്ടത്. ലാവണ്യയെ ബാക്കിയുള്ളവർ എല്ലാവരും കൂടി ചേർന്ന് ബണ്ടോൾ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ലാവണ്യെ ആക്രമിക്കാൻ ഉപയോഗിച്ച വാൾ സ്ഥലത്ത് തന്നെ ഉപേക്ഷിച്ചതിന് ശേഷം പ്രതി തന്റെ കാറിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയതായി പോലീസ് വ്യക്തമാക്കി. ഇയാൾ ഒളിവിലായി പിന്നീട് മണിക്കൂറുകൾക്കകം തന്നെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞു. പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു ഇയാളെ പിടികൂടാനായി. പിന്നാലെയാണ് ഇയാൾ പോലീസ് കസ്റ്റഡിയിലിരിക്കെ ആത്മഹത്യയ്ക്കും ശ്രമിച്ചത്. അതിക്രൂരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. കർണാടകയിലെ ബെല്ലാരിയിൽ ഉണ്ടായ ഒരു സംഭവത്തിലേക്കാണ്. വിവാഹ സൽക്കാരത്തിന്റെ ആഘോഷം അവസാനിക്കും മുന്നേ നവവരനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. പ്രണയിച്ച
പ്രണയിച്ച് വിവാഹം കഴിച്ച യുവാവാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ, അതായത് വിവാഹ ആഘോഷം അവസാനിച്ചതുപോലുമില്ല, ജീവിതത്തിലേക്ക് കടന്നതുപോലുമില്ല, അതിനു മുന്നേ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വധുവിന്റെ കുടുംബത്തിന് എതിർപ്പാണ് കൊലപാതകത്തിന് പിന്നിലെന്ന ഒരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. 27-കാരനായ നബി റസൂലാണ് വിവാഹ സൽക്കാരം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം കൊല്ലപ്പെട്ടത്. 15 ദിവസം മുൻപായിരുന്നു വിവാഹമോചിതയായ യുവതിയെ നബി റസൂൽ പ്രണയിച്ച് വിവാഹം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുകയായിരുന്നു. യുവതിയുടെ കുടുംബം ഈ വിവാഹത്തെ എതിർത്തതാണ്. പക്ഷേ ഇരുവരുടെയും പ്രണയത്തിന് മുന്നിലായ എതിർപ്പുകളൊക്കെ അപ്രത്യക്ഷമായി പോയി. നബി റസൂലിന്റെ കുടുംബം ഇരുവരെ സ്വീകരിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച വിവാഹ സൽക്കാരം സംഘടിപ്പിക്കവെയാണ് ഇത്തരത്തിൽ ഈ വ്യക്തിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സൽക്കാര ചടങ്ങുകൾക്ക് ശേഷം രാത്രി 11:30-യോടെ സുഹൃത്ത് വിളിച്ചിട്ടുണ്ടെന്ന് വീട്ടുകാരെ അറിയിച്ചാണ് നബി റസൂൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്. എന്നാൽ പുലർച്ചെ 2 മണി വരെ തിരിച്ചെത്താതിരുന്നതോടെ ബന്ധുക്കൾ തിരച്ചിൽ തുടങ്ങി. തുടർന്ന് വീട്ടിൽ നിന്ന് ഏകദേശം 700 മീറ്റർ അകലെ നബി റസൂലിന്റെ മൃതദേഹം കണ്ടെത്തി. കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും മരണകാരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പ്രണയ വിവാഹത്തോട് വധുവിന്റെ കുടുംബത്തിനുണ്ടായിരുന്ന എതിർപ്പ്, ആ ഒരു എതിർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ബെല്ലാരി ജില്ലാ പോലീസ് സൂപ്രണ്ട് സുമൻ ഡി പെണ്ണേക്കർ സംഭവസ്ഥലം സന്ദർശിച്ചു. അദ്ദേഹം അന്വേഷണ പുരോഗതി വിലയിരുത്തി. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു, തെളിവുകൾ ശേഖരിക്കുകയുണ്ടായി. സംഭവത്തിൽ കൗൾ ബസാർ പോലീസ് സ്റ്റേഷനിൽ കൊലക്കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതികളെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്.